ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനമായ കേരളത്തിൽ വയോജനങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർ തുടങ്ങിയ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കായി നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ചില പദ്ധതികൾ പഠിക്കാം. ആദ്യമായി വയോജനങ്ങൾക്കായുള്ള പദ്ധതികൾ. എൽഡർ ലൈൻ പദ്ധതി പ്രകാരം മുതിർന്ന പൗരന്മാർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനും 145667 എന്ന ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഉപയോഗപ്പെടുത്താവുന്നതാണ്. സാമൂഹികവും സാമ്പത്തികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായമെത്തിക്കുക എന്നതാണ് വയോരക്ഷ പദ്ധതിയുടെ ലക്ഷ്യം. സാമൂഹിക നീതി വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചുവരുന്ന 16 വൃദ്ധസദനങ്ങളെ വയോജന സൗഹൃദമാക്കി ആധുനിക സൗകര്യങ്ങളോടുകൂടി മെച്ചപ്പെട്ട സേവനം താമസക്കാർക്കും സ്ഥാപനത്തിന്റെ ചുറ്റളവിലെ വയോജനങ്ങൾക്കും ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സെക്കൻഡ് ഇന്നിംഗ്സ് ഹോം പ്രോജക്റ്റ്. BPL വിഭാഗത്തിലെ വയോജനങ്ങൾക്കായി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിർണ്ണയിക്കുന്ന ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് വയോമധുരം. കേരള വയോജന കമ്മീഷൻ നിയമം 2025 60 വയസ്സ് പൂർത്തിയാക്കിയവരെ മുതിർന്ന പൗരന്മാർ അഥവാ വയോജനങ്ങൾ എന്ന് കണക്കാക്കുന്നു. വയോജനങ്ങളുടെ പരിരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപവൽക്കരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. 2025 മാർച്ച് 19 കേരള വയോജന കമ്മീഷൻ നിയമം നിയമസഭ പാസാക്കി. മുതിർന്ന പൗരന്മാർക്കു വേണ്ടിയുള്ള സംസ്ഥാന നയം പ്രഖ്യാപിച്ചത് 2013 ഇനി പ്രധാന വനിതാ ശിശു വികസന പദ്ധതികൾ. അഭയകിരണം പദ്ധതിയിലൂടെ നിരാലംബരായ വിധവകൾക്ക് സംരക്ഷണവും അഭയവും നൽകുന്ന അടുത്ത ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്നു. അതിക്രമമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ വനിതകൾക്ക് സ്വയം സുരക്ഷ ഉറപ്പാക്കാൻ പ്രതിരോധ പരിശീലനം നൽകുന്നതിനും അവരിൽ ആത്മവിശ്വാസം വളർത്തുന്നതിനുമായുള്ള പദ്ധതിയാണ് ധീര. ശൈശവ വിവാഹം തടയാൻ വേണ്ടി നടപ്പാക്കുന്ന പദ്ധതിയാണ് പൊൻവാക്ക്. കാതോർത്ത് എന്ന പദ്ധതിയിലൂടെ ഗാർഹിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും സൗജന്യ കൗൺസിലിംഗും ഏർപ്പെടുത്തുന്നു. അടുത്തതായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതികളെപ്പറ്റി നോക്കാം. സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം. 65 വയസ്സിന് മുകളിലുള്ളവരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. സമാശ്വാസം പദ്ധതിയിലൂടെ ഡയാലിസിസ് ചെയ്യുന്ന വൃക്ക രോഗികൾ, വൃക്ക, കരൾ മാറ്റിവെക്കലിന് വിധേയരായവർ, ഹീമോഫീലിയ രോഗികൾ, അരിവാൾ രോഗികൾ തുടങ്ങിയവർക്ക് ധനസഹായം നൽകുന്നു. അവിവാഹിതയായി അമ്മയാകുന്ന ചൂഷണത്തിനിരയായ സ്ത്രീകൾക്ക് 60 വയസ്സുവരെ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്വാന്തനം. കാൻസർ സുരക്ഷ പദ്ധതി വഴി 18 വയസ്സിന് താഴെ പ്രായമുള്ള കാൻസർ ബാധിതരായ കുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിലൂടെ സൗജന്യ ചികിത്സ നൽകിവരുന്നു. സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നിരാലംബർ, ദരിദ്രർ, പ്രായമായവർ, കുട്ടികൾ, സ്ത്രീകൾ, വിട്ടുമാറാത്ത കാൻസർ രോഗികൾ, മറ്റ് ദുർബല വിഭാഗങ്ങൾ എന്നിവർക്ക് സേവനവും പിന്തുണയും നൽകുന്നു. 2008 ഒക്ടോബർ 14 സ്ഥാപിതമായത്. തിരുവനന്തപുരമാണ് ആസ്ഥാനം. സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയാണ് മിഷന്റെ ചെയർമാൻ. ഇനി ഭിന്നശേഷിക്കാർക്കായുള്ള പദ്ധതികൾ ഏതൊക്കെയെന്ന് നോക്കാം. ഭിന്നശേഷി മൂലം സാമ്പത്തിക ക്ലേശമനുഭവിക്കുന്നവരുടെ പെൺമക്കളെയും അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള പെൺകുട്ടികളെയും നിയമാനുസൃതം വിവാഹം ചെയ്തേക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം. ഈ പദ്ധതിയിലൂടെ ഒറ്റത്തവണ ധനസഹായമായി 30,000 രൂപ വിതരണം ചെയ്യുന്നു. വിജയാമൃതം പദ്ധതിയിലൂടെ വൈകല്യത്തോട് പൊരുതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിച്ചോ ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യ കോഴ്സ്, ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ അതിന് തത്തുല്യമായ പ്രൊഫഷണൽ കോഴ്സുകൾ എന്നീ തലങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി ക്യാഷ് അവാർഡ് നൽകുന്നു. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ്. ഈ പദ്ധതി വഴി 1 ലക്ഷം രൂപ വരെ വാർഷിക ചികിത്സ ചെലവ് ലഭിക്കുന്നു. പദ്ധതിയിൽ ചേരുന്നതിന് BPL വിഭാഗം 250 രൂപയും APL വിഭാഗം 500 രൂപയും പ്രീമിയം തുക അടയ്ക്കണം. എല്ലാ വർഷവും ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് പദ്ധതി കാലാവധി. അടുത്തത് ട്രാൻസ്ജെൻഡറുകൾക്കായുള്ള പദ്ധതികൾ പഠിക്കാം. ട്രാൻസ്ജെൻഡർ നയം നടപ്പാക്കിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം. 2015 ഇത് നടപ്പിലാക്കിയത്. സമന്വയ പദ്ധതി പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന മുഴുവൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായി സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് തൊഴിൽ പരിശീലനം നൽകി സ്വയം പ്രാപ്തമായി ജീവിക്കുന്നതിന് സന്ദർഭമൊരുക്കുന്ന പദ്ധതിയാണ് സാകല്യം. ഇനി പ്രധാനപ്പെട്ട സാമൂഹിക പ്രതിരോധ പദ്ധതികളെപ്പറ്റി പഠിക്കാം.
ഒരു സമൂഹത്തെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനും അവ ഇല്ലാതാക്കാനും വിവിധ സർക്കാർ ഇതര സംവിധാനങ്ങളുടെ സഹായത്തോടെയുള്ള ഇടപെടലാണ് സാമൂഹിക പ്രതിരോധം അഥവാ സോഷ്യൽ ഡിഫൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കും ഗുരുതരമായി പരിക്കേറ്റവരുടെയും പുനരധിവാസത്തിനായി സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ജീവനം. കുടുംബമോ ബന്ധുമിത്രാദികളോ ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത പ്രൊബേഷണർമാർ, മുൻ തടവുകാർ, കേസിൽപ്പെട്ട് താമസിക്കാൻ ഇടമില്ലാതെ വിചാരണ നേരിടുന്നവർ, ജയിലിൽ നിന്ന് വിവിധ അവധികൾക്കായി പുറത്തിറങ്ങുന്നവർ തുടങ്ങിയവരെ സമൂഹത്തിലേക്ക് പുനരധിവസിപ്പിക്കാൻ സാധിക്കുന്നതുവരെ താമസിപ്പിക്കുന്നതിനുള്ള ഇടക്കാല സംരക്ഷണ കേന്ദ്രമാണ് തണലിടം പ്രൊബേഷൻ ഹോം. ഇവ കൂടാതെ കേരള സർക്കാർ നടപ്പാക്കുന്ന പ്രധാനപ്പെട്ട മറ്റ് സാമൂഹിക പദ്ധതികൾ ഏതൊക്കെയെന്ന് നോക്കാം. സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ രോഗീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം. താലോലം പദ്ധതിയിലൂടെ വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ തുടങ്ങിയ മാരകരോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സഹായധനം നൽകുന്നു. നവജാത ശിശുക്കളിലെ ജനനവൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായുള്ള പദ്ധതി ശലഭം എന്ന പേരിൽ അറിയപ്പെടുന്നു. രാത്രികാലങ്ങളിൽ പൊതു ഇടങ്ങളിലോ വീടുകളിലോ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാനായി കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് നിഴൽ. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയോ അതിക്രമങ്ങൾ നേരിടേണ്ടി വരികയോ ചെയ്താൽ പരാതികൾ അറിയിക്കാനുള്ള തൊഴിൽ വകുപ്പിന്റെ സംവിധാനമാണ് സഹജ കോൾ സെന്റർ. മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനം ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പിനു കീഴിൽ പ്രവർത്തിക്കുന്ന സാഫ് അഥവാ സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വിമൻ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് തീരമൈത്രി. അവളിടം ക്ലബ്ബ് എന്നത് സ്ത്രീശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള യുവജനക്ഷേമ ബോർഡിന്റെ ഉദ്യമമാണ്. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ വീടുകളിലെത്തി സമയാസമയം പരിശോധിക്കാനുള്ള കുടുംബശ്രീ പദ്ധതി സാന്ത്വനം എന്നറിയപ്പെടുന്നു. കേൾവി വൈകല്യമുള്ള കുട്ടികളിൽ സൗജന്യ കോക്ലിയർ ശസ്ത്രക്രിയാ സഹായം നൽകുന്ന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് ശ്രുതിതരംഗം. പട്ടികജാതി പെൺകുട്ടികളുടെ സർവ്വതോമുഖമായ വികാസത്തിനായി പട്ടികജാതി വികസന വകുപ്പ് LICയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് വാത്സല്യനിധി. പട്ടികജാതി വർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ശാക്തീകരണത്തിന് വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി വിവിധ മേഖലകളിൽ പരിശീലനങ്ങളും പ്രവർത്തനങ്ങളും ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ് ഉന്നതി. സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച 24 മണിക്കൂറും സേവനം ലഭ്യമാക്കുന്നതിനുള്ള എമർജൻസി സംവിധാനമാണ് മിത്ര 181 ഹെൽപ്പ് ലൈൻ. കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാരിന്റെ സമഗ്ര പദ്ധതിയാണ് ജ്യോതി. കേരള സർക്കാർ നടപ്പാക്കുന്ന വിവിധ സാമൂഹിക ക്ഷേമ പദ്ധതികളെപ്പറ്റി ഈ വീഡിയോയിലൂടെ എല്ലാവർക്കും പഠിക്കാൻ പറ്റിയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ പിന്തുണ അറിയിക്കുക. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോയിൽ വന്ന പോരായ്മകളും ഒപ്പം ഇനി ഏത് വിഷയത്തെ പറ്റിയുള്ള വീഡിയോകളാണ് വേണ്ടത് എന്നും കമന്റിലൂടെ എല്ലാവരും അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.